അണ്ണാ DMK അധികാര തർക്കത്തിൽ ഒ പനീർസെൽവത്തിന് വീണ്ടും തിരിച്ചടി. പാർട്ടി ചിഹ്നം ഉപയോഗിക്കാനുള്ള അനുമതി തേടിയുള്ള അപ്പീൽ മദ്രാസ് ഹൈക്കോടതി തള്ളി. ഇതോടെ ചിഹ്നം EPSന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക പക്ഷത്തിനാണെന്നുള്ള ഉത്തരവ് വീണ്ടും കോടതി ശരിവെക്കുകയാണ്. വിനയ് ഉണ്ണി വിവരങ്ങൾ നൽകും. വിനയ്, എന്ത് കാരണം കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ അപ്പീൽ തള്ളുന്നത്? അക്ഷയ, നേരത്തെ തന്നെ അണ്ണാ DMKയുടെ അധികാര തർക്കത്തിൽ OPSനെ മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തടയിട്ടിരുന്നു. നേരത്തെ പാർട്ടി ചിഹ്നവും പാർട്ടി പതാകയും തനിക്കുള്ളതാണെന്ന് പുറത്താക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഒ പന്നീർസെൽവം അവകാശവാദം ഉന്നയിക്കുകയും മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം തള്ളിയത് കൂടിയാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് OPS അപ്പീലുമായി പോയത്. പക്ഷേ ഇപ്പോൾ OPSനെ ആവശ്യം മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുകയാണ്. പാർട്ടി പതാകയും ചിഹ്നവും ഉപയോഗിക്കേണ്ടത് ഔദ്യോഗിക EPSന് നേതൃത്വത്തിലുള്ള ഔദ്യോഗിക പക്ഷത്തിനാണ്. അതുകൊണ്ട് തന്നെ OPSന് ഈ വിഷയത്തിൽ യാതൊരു അധികാരവും ഇല്ലെന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിൽ സുപ്രീം കോടതിയെ OPS സമീപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അണ്ണാ DMKയുടെ അധികാര തർക്കത്തിൽ പൂർണ്ണമായും എടപ്പാടി പളനിസ്വാമിക്ക് അനുകൂലമായ ഒരു വിധിയാണ് ഇന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വന്നിരിക്കുന്നത്. ശരി.